മക്കളെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ കീമിൻ്റെ റാങ്ക് ഒരു 35,000 മുകളിലാണ്, റാങ്ക് കുറവാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ബിടെക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ചെയ്യണം. അതും ഈ വർഷം തന്നെ ചെയ്യണം. നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല. ഈ ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന കോളേജസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുന്നതൊന്നും ടോപ്പ് നോച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ഒന്നുമല്ല, കേരളത്തിലെ മികച്ച സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് 100% പ്ലേസ്മെൻറ്റ്സ് കിട്ടുന്ന സ്ഥാപനങ്ങളൊന്നുമല്ല. നിങ്ങളുടെ റാങ്ക് കുറവാണ്. അപ്പം ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന കോളേജസ്. ഓക്കെ, ഓരോ സ്റ്റുഡൻസിന് സിറ്റുവേഷൻസ് വേറെയാണ്. അപ്പം നല്ലോണം പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്, നിങ്ങൾക്ക് ഒരു 1 ഇയർ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതേ പ്രൊമോട്ട് ചെയ്യുള്ളൂ. അതിൽ ഞാൻ കീമിൻ്റെ ഒരു കോളേജ് കൺസിഡർ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയും. അങ്ങനത്തെ ഒരു വിദ്യാർത്ഥിയാണ്. ബിക്കോസ് IIT IITs ഒക്കെ തന്നെയാണ് ബെസ്റ്റ്. ഇന്നത്തെ കാലത്ത് എഞ്ചിനീയറിംഗ് പഠിക്കാനായിട്ട് നല്ലത് തന്നെയാണ്. ഓരോരുത്തർക്കും സിറ്റുവേഷൻസ് വേറെയാണ്. പിന്നെ നിങ്ങൾ ഈ കോളേജ് പഠിച്ചെന്ന് എഴുതിയിട്ട് നിങ്ങൾ ലൈഫ് രക്ഷപ്പെടാതിരിക്കത്തൊന്നുമില്ല. ഇത് ഈ പഠിച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കിൽസ് ഒക്കെ അപ്സ്കിൽ ചെയ്ത് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തി പോകാം. പിന്നെ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അത് IIT ചെയ്യാൻ കഴിയത്തു. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞോട്ട് ഒരുപാട് നല്ല പ്രോഗ്രാംസ്, നീഷയുള്ള പ്രോഗ്രാംസ് നമ്മളുടെ നാട്ടിലുള്ള കോളേജസ് തന്നെ ഇപ്പോൾ കുസാറ്റിലാണെങ്കിലും TKML ആണെങ്കിലും CET-ലാണെങ്കിലും ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് MTech ആണെങ്കിൽ ചെയ്തിട്ട് ആ രീതിയിൽ നിങ്ങൾക്ക് കരിയർ ബിൽഡ് ചെയ്യാം. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇനി MBAക്ക് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട് കാറ്റഗറി. സോ അതുകൊണ്ട് തന്നെ ബിടെക് ഒരു ഡിഗ്രി ആയിട്ട് കാണുക, ഒരു പ്രൊഫഷണൽ ഡിഗ്രി ആയിട്ട്. അല്ലാതെ എന്താ പറയുക, നമ്മളിത് പഠിച്ച് കഴിഞ്ഞാൽ എഞ്ചിനീയർ ആകും എന്നുള്ള ധാരണയിലൊന്നും ഇത് നോക്കാണ്ടിരിക്കും. ഓക്കെ, ഫസ്റ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് ഐസാറ്റ് എറണാകുളമാണ് ലൊക്കേഷൻ വരുന്നത്. നിങ്ങളുടെ റാങ്ക് ഒരു 35,000 45,000 ഇടയിലാണെങ്കിൽ നിങ്ങൾക്ക് സേഫ് ആയിട്ട് ഇവിടെ അഡ്മിഷൻ കരസ്ഥമാക്കാൻ കഴിയും. ഓക്കെ, ഇത് ഞാൻ ഏറ്റവും ലാസ്റ്റ് കട്ട് ഓഫ് സ്പോട്ടൊന്നുമല്ല എനിക്ക് പറയുന്നത്. നിങ്ങൾക്ക് സേഫ് ആയിട്ട് അഡ്മിഷൻ കരസ്ഥമാക്കാൻ കഴിയുന്ന റാങ്ക് ലിമിറ്റാണ്. അപ്പോൾ ഇവിടെ അത്യാവശ്യം പ്ലേസ്മെൻറ്റോ എക്സ്പോഷറും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരിക്കും. രണ്ടാമതായിട്ട് നമുക്ക് വരുന്നത് വെച്ചാൽ വിദ്യ അക്കാദമി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് തൃശ്ശൂരാണ് ലൊക്കേഷൻ വരുന്നത്. കുഴപ്പമില്ല, റാങ്ക് ഒരു 35,000 ഇതേ ഒരു റേഞ്ചാണ്, 44-45 റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് സേഫായിട്ട് കയറാൻ പറ്റും. പിന്നെ അക്കാഡമിക്സ് നോക്കുകയാണെങ്കിൽ നല്ല അക്കാഡമിക്സ് ഒക്കെ അടിപൊളിയാണ് ഇവിടെ. പിന്നെ പ്ലേസ്മെൻറ്റ്സ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വരുന്നുണ്ടായിരിക്കും. പ്ലേസ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ കോർ മാത്രമല്ല നോൺ കോർ ജോബ്സും വരുന്നുണ്ടായിരിക്കും. പിന്നെ ഈസിയിൽ അത് പൊതുവാണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞോട്ട് IT കമ്പനീസ് ഒക്കെ നിങ്ങളെ ഹയർ ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ ലാബൊക്കെ ആണെങ്കിലും ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലാബ് ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള ഒരു കോളേജാണ്. പിന്നെ നമുക്ക് യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തൊടുപുഴയാണ്. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഒരു 36,000 മുതൽ ഒരു 45,000 പ്ലസ് ഒക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ചാൻസ് ഉണ്ട്. ഒരു യൂണിവേഴ്സിറ്റി മാനേജ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഫീസ് കുറച്ചുകൂടി കുറവായിരിക്കും ഞാൻ മുകളിൽ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ. പിന്നെ നമുക്ക് ശ്രീനാരായണ ഗുരുകുലം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആണ്, SNGC. പൊതുവെ എനിക്ക് കമൻറ്റിൽ ഈ കോളേജിനെ പറ്റി ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് എറണാകുളം ലൊക്കേഷൻ വരുന്ന ലൊക്കേഷൻ അഡ്വാൻറ്റേജ് ഉണ്ട്. റാങ്ക് നിങ്ങൾക്ക് ഭയങ്കര കുറവാണ്, ഒരു 44,000 52,000 ഇടയിലൊക്കെയാണ് വരുന്നത്. യു ക്യാൻ ഡെഫിനറ്റ്ലി കൺസിഡർ ദിസ് കോളേജ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് നല്ല അക്കാഡമിക്സ് നല്ല അക്കാഡമിക്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ പ്ലേസ്മെൻറ്റ്സ് കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പാലക്കാടാണ് വരുന്നത്. ഒരു 45,000 മുകളിലാണ്. ഭയങ്കര കുറവാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന കുഴപ്പമില്ലാത്ത കോളേജാണ്. ഒരു 58,000 60,000 രീതിയിലൊക്കെ വരെയും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നോക്കുമ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്നാണെങ്കിൽ പറയാം കമ്പയർഡ് ടു അതർ കോളേജസ്. ഓക്കെ, പിന്നെ നമുക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തിരക്കില്ലാത്ത എക്സ്പോഷർ ഈ ഒരു റാങ്കിൽ കിട്ടുന്ന ഒരു കോളേജാണ് അഹല്യ എന്ന് പറയുന്നത്. അപ്പം ഇത് ഇത്രയാണ് എൻ്റെ ഒരു ലിസ്റ്റിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോയിൽ ആദ്യം പറഞ്ഞതുകൊണ്ട് തന്നെ നിങ്ങളുടെ സിറ്റുവേഷൻ അനലൈസ് ചെയ്യുക, അതിനനുസരിച്ച് മാത്രം കോളേജുകളിൽ ജോയിൻ ചെയ്യുക. വൺസ് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 4 ഇയേഴ്സ് നിങ്ങൾ ഇതിനായിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു ബ്രാഞ്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കോറിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ആൾസോ നിങ്ങൾക്ക് PSUസിലൊക്കെ നോക്കാൻ പറ്റും.